നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തോ കടുത്ത ആലോചനയിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. നാളെ അമ്മായിയും അമ്മാവനും കൂടി ഗൗതമിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പോട്ടെ മോളെ, നിനക്ക് ആ ബന്ധം വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് സമാധാനിക്ക്. അയ്യോ, എന്റെ ടെൻഷൻ അതാണെന്നാണോ അമ്മ കരുതിയിരിക്കുന്നത്? അല്ലേ? അല്ലമ്മേ, അമ്മായിയും ശിവാനിയും ചേർന്ന് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നടത്തുന്നുണ്ട്. നിന്നെ ചതിച്ചതും പോരാഞ്ഞ് ഇനിയും കള്ളത്തരങ്ങളോ? അതെ അമ്മേ, നാളെ അമ്മാവനെ കൂടെ കൊണ്ടുപോവാൻ അമ്മായിക്ക് ഒട്ടും താല്പര്യമില്ല. ശിവാനിക്കും അമ്മാവൻ അവിടേക്ക് പോകുന്നതിൽ ടെൻഷനുണ്ട്. നിന്റെ ജാതകമാണ് ചേരുന്നെന്ന് ഏട്ടൻ പറയുന്ന അവർക്ക് പേടിയുണ്ടാവും. ആദ്യം എനിക്കും അങ്ങനെയാ തോന്നിയത്. പക്ഷെ അതിലും വലിയ എന്തോ ചതി നടക്കുന്നുണ്ടെന്നാ മനസ്സ് പറയുന്നത്. അവര് ചെയ്യുന്നത് മുഴുവൻ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാ. അതാ എന്റെ ടെൻഷൻ. അവരെന്തെങ്കിലും ചെയ്യട്ടെ മോളെ, നമ്മൾ ഇനി അതിലൊന്നും തലയിടാൻ പോകണ്ട. നമുക്ക് വിധിച്ചത് ദൈവം തരും, അങ്ങനെ വിശ്വസിക്കേ. ദൈവം തരുമെന്ന് പറഞ്ഞാലും മനുഷ്യൻ ചെയ്യാനുള്ളത് ചെയ്യണം. അത് നമ്മുടെ കടമയാ. അവരുടെ പുതിയ പ്ലാൻ എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അത് ഗൗതം സാറിന് ദോഷം വരുത്തുന്ന എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ പൊളിച്ച് കൈ കൊടുക്കും. അത് തീർച്ചയാ. ഞാനീ ചെയ്യുന്നതേ ഗൗതം സാറിനോട് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ടാണെന്നൊന്നും അമ്മ കരുതരുത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാ. നല്ല മനുഷ്യർക്ക് ആപത്ത് വരാൻ പാടില്ല. നിന്നെ എനിക്കറിയാം മോളെ. നിന്റെ ഏത് തീരുമാനത്തിനും ഞാനൊപ്പമുണ്ട്. എന്നിട്ടും ഒരിക്കൽ മാത്രം എനിക്ക് തെറ്റുപറ്റി. ഗൗതമിനോട് ഒന്നും പറയില്ലെന്ന് ഞാൻ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യിച്ചു. അതിലെനിക്ക് ഇപ്പൊ നല്ല കുറ്റബോധമുണ്ട്. ഇനി അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല. പക്ഷെ ഇനി ഒരിക്കൽ കൂടി അമ്മായിയും ശിവാനിയും ചേർന്ന് ഗൗതം സാറിനെ ചതിക്കാൻ ശ്രമിച്ച ഞാൻ പ്രതികരിക്കും. ആ സമയത്ത് അമ്മ വീണ്ടും എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കാൻ വരരുത്. ഇല്ല മോളെ, ശിവാനിയുടെ ചേരാത്ത ജാതകവുമായി ഗൗതമിനെ കൂട്ടിച്ചേർക്കുന്നതിൽ എനിക്കും വിഷമമുണ്ട്. വരാനിരിക്കുന്ന ആപത്തുകളിൽ നിന്നും ഗൗതമിനെ രക്ഷിക്കാൻ പറ്റിയാൽ അതൊരു പുണ്യമായി ഇനി അമ്മ കാണും. എങ്കിൽ നമുക്കത് കണ്ടുപിടിക്കണം അമ്മേ. ശിവാനിയും അമ്മായി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അമ്മ കുറച്ചു ദിവസം കണ്ണും കാതും തുറന്നു വെച്ച് വേണം ഈ വീട്ടിലൂടെ നടക്കാൻ. ശരി മോളെ, ഞാൻ ശ്രദ്ധിച്ചോളാം. ചതിയുടെ പുസ്തകത്തിൽ ഇനി ഒന്നും കൂട്ടിച്ചേർക്കാൻ നമ്മൾ അവരെ അനുവദിക്കില്ല. അമ്മേ, ശിവാനിയുടെ അച്ഛനും അമ്മയും നാളെ ഇങ്ങോട്ട് വരും. അവരുമായി ആലോചിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കണം. തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നിന്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ. ഞാൻ വെറും ആന്റി അല്ലേ. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയാണോ അമ്മയെ ഞാൻ കരുതിയിരിക്കുന്നത്? അല്ലെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഫലത്തില് നിന്റെ വിവാഹക്കാര്യത്തില് എന്റെ തീരുമാനത്തിന് വിലയില്ലാതായില്ലേ. നീ നമ്മളെക്കാളും ഉയർന്ന കുടുംബത്തിൽ നിന്നും വിവാഹം കഴിക്കണമെന്നാ ഞാൻ ആഗ്രഹിച്ചിരുന്നത്. നിന്റെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് തന്നെയാ ഞാൻ വിശ്വസിച്ചത്. പക്ഷേ എന്റെ തലയിലേറ്റ അടിയാണ് ശിവാനിയുടെ അമ്മയുടെ ക്യാൻസർ. അതോടെ നീ സെന്റിമെന്റലായി. ഇനി എന്റെ എതിർപ്പുകൾക്ക് വിലയില്ല. നീയും നിന്റെ അച്ഛന്റെ വഴി തിരഞ്ഞെടുത്തു. ഒരു പാവപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോ നിനക്ക് പറയാൻ ഒരു ജാതകദോഷമെങ്കിലും ഉണ്ട്. നിന്റെ അച്ഛൻ അതൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഏട്ടൻ കല്യാണം കഴിച്ചത് ഒരു പിച്ചക്കാരിയാ. അങ്ങനെ നോക്കിയാ നീ അച്ഛനേക്കാളും ഭേദമാ. എനിക്ക് അമ്മയുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. എങ്കിലും പാറുവിന്റെ കാര്യത്തിൽ അമ്മ പറയുന്ന പലതും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല.
എൻ്റെ അച്ഛൻ പാറുവിനെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഈ കുടുംബത്തിൽ സ്വഭാവ ഗുണമുള്ള ഞങ്ങൾ 3 മക്കളെ കിട്ടിയത്. പാറുവിനെ കുറിച്ച് അമ്മ ഓരോന്ന് പറയുമ്പോൾ അത് ഞങ്ങളെ കൂടി അപമാനിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതോർക്കുമ്പോൾ എനിക്ക് ഹൃദയം നുറുങ്ങുന്ന വേദനയാണ്. ഗൗതം, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഏട്ടത്തിയോട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. ഏട്ടത്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് എനിക്കും മതിപ്പാണ്. ആ മതിപ്പ് മനസ്സിൽ മാത്രം വെച്ചുകൊണ്ടിരുന്നാ പോരാ, ഇടയ്ക്ക് പ്രകടിപ്പിച്ചാൽ അത് മറ്റുള്ളവർക്ക് ഒരു സന്തോഷാവും. ഞാൻ ശ്രമിക്കേട്ടാ. കാരണം എനിക്ക് ഈ വീട്ടിലെ എല്ലാവരെയും ഇഷ്ടമാണ്. ഏട്ടത്തി, ഗൗതം എപ്പോഴും ഉയരത്തിൽ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവൻ ഏതെങ്കിലും കാര്യത്തില് ഒരടിയെങ്കിലും താഴ്ന്നു പോകുന്നത് എനിക്ക് സഹിക്കാനാവില്ല. പക്ഷേ കല്യാണക്കാര്യത്തിൽ മാത്രം ഇവൻ ഒരുപാട് താഴ്ന്നു പോയി. 1ഉം 2ഉം പടവല്ല, 100 പടവുകൾ താണുപോയി. അതൊക്കെ നിങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. നിന്റെ മനസ്സ് എനിക്കറിയാം വസുന്ധരെ. ഞാനും നീയും ഗോപിയേട്ടനും ഒക്കെ ആഗ്രഹിക്കുന്നത് ഗൗതം ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തണമെന്നാ. നീ ആ സ്ഥാനം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഞാൻ ഗൗതമിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ പ്രാർത്ഥനകളിലൂടെയും ഈശ്വരവിശ്വാസത്തിലൂടെയാ. നമ്മുടെ ലക്ഷ്യം ഒന്ന് തന്നെയാ. ഈ വിവാഹം നടക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായാണ്. ഗൗതമിന്റെ ജാതകദോഷം പരിഹരിച്ച് അവൻ ദീർഘായുസ്സോടെ ഇരിക്കണം. ചുമരുണ്ടെങ്കിലേ നമുക്ക് ചിത്രം എഴുതാൻ പറ്റുള്ളൂ വസു. എനിക്കറിയാം. എന്നാലും ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ തികട്ടി വരുമ്പോ ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോകുന്നതാ. വിട്ടുകളാ. പാറു ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഇനി പോയി കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. മുഖം മങ്ങിയല്ലോ. എന്താ അടുത്ത ടെൻഷൻ? ഒന്നുമില്ല. അല്ലല്ല, എന്തോ ഉണ്ടെന്ന് എന്റെ ശ്രീമതിയുടെ മുഖത്ത് എഴുതി വെച്ച പോലെ തെളിയുന്നുണ്ട്. നമ്മുടെ മോൻ ചിലതൊക്കെ പറഞ്ഞപ്പോ കുറെ പഴയ കാര്യങ്ങൾ ഓർത്തുപോയി.